ശ്രീ രാജൻ തോമസ്. അദ്ദേഹം ഒരു വിദേശ രാജ്യത്തെ പ്രമുഖമായ ഒരു കമ്പനിയിൽ മാനേജറിയൽ തലത്തിൽ ജോലി ചെയ്യുന്നു. ഒപ്പം അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാണ്, പ്രഭാഷകനാണ്. വിവിധ ലോകരാഷ്ട്രങ്ങളിൽ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നു. വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ശ്രീ രാജൻ തോമസിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മനുഷ്യന് പൊതുവെ അവന്റെ ഭാവി നാളെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വളരെ താല്പര്യമാണ്. അതുകൊണ്ടാണ് ഈ കൈനോട്ടക്കാർക്കും ഈ മുഖലക്ഷണം പറയുന്നവർക്കൊക്കെ വളരെ ഡിമാൻഡുള്ളത്. ഞാൻ മനസ്സിലാക്കും താങ്കൾ ഇതിനെക്കുറിച്ച് ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് വ്യത്യസ്തമായ നിലയിൽ ഈ ഭാവി അറിയാൻ ഉള്ള വിവിധ രീതികൾ, മാർഗങ്ങൾ ഒക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഒന്ന് പറയാമോ, വിശദീകരിക്കാമോ? മനുഷ്യൻ ഇന്ന് ഭാവിയെക്കുറിച്ച് അറിയാൻ വേണ്ടി മനുഷ്യന്റെ ഭാവി, പ്രപഞ്ചത്തിന്റെ ഭാവി, ലോകത്തിന്റെ ഭാവി, ലോകരാഷ്ട്രങ്ങളുടെ ഭാവി, അവരവരുടെ ദൈനംദിന ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ഭാവി, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പ്രധാനമായിട്ട് 3 ഉപാധികൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. 3 വ്യത്യസ്ത രീതികളുണ്ട് അല്ലെ? അതെ, 3 വ്യത്യസ്തമായ രീതികൾ അവരവലംബിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ ഈ 3 രീതികളെന്ന് പറയാമോ? ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞത് അത് പ്യൂർലി സയന്റിഫിക് ആണ്, ശാസ്ത്രീയമാണ്. ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ടെലിവിഷനിലൊക്കെ കാണുന്ന കാര്യമാണല്ലോ ഈ കാലാവസ്ഥാ പ്രവചനം. അതെ. അപ്പൊ ഈ കാലാവസ്ഥാ പ്രവചനം എന്ന് പറഞ്ഞത് മഴയുണ്ടാകുമോ, അല്ലെങ്കിൽ വെയിലുണ്ടാകുമോ, കാറ്റുണ്ടാകുമോ, അല്ലെങ്കിൽ ഈവൻ സുനാമി വരുന്ന കാര്യം പോലും ഒരു വിധത്തിൽ ചിലരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളൊക്കെ കാലാവസ്ഥ പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുള്ള കാര്യമെന്നും പറയാറുണ്ട്. അതിന്റെ ആ നിറവേറലിന് ഒരു 40-50% പോസിബിലിറ്റീസ്, ചാൻസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശാസ്ത്രീയമായ ഒരു സമീപനമാണ്. മാത്രമല്ല അവൈലബിൾ ഡേറ്റ, അതിലുള്ളതായ ഏതെങ്കിലും വിഷയത്തിൽ അതുവരെയുള്ളതായ എക്സ്പീരിയൻസിന്റെയും അനുഭവത്തിന്റെയും ഡേറ്റയുടെയും അടിസ്ഥാനത്തിൽ അതിന് ശേഷം ചില വർഷങ്ങൾക്ക് ശേഷം ചില വർഷങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായ ശാസ്ത്രീയമായ സമീപനമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കൻ പൊളിറ്റിക്സിൽ ഒരു പ്രവചനമുണ്ട്. അമേരിക്കൻ പൊളിറ്റിക്സിന്റെ ഭാവിയെക്കുറിച്ച്, അമേരിക്കയെ കുറിച്ചുള്ളതായ ചില ഒരു പൊളിറ്റിക്കൽ പ്രവചനമാണ്. ഏതാണ്ട് 2010-2015 AD ആവുമ്പോഴത്തേക്ക് അമേരിക്കയില് ഒരു കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് സ്ഥാനാരോഹണം ചെയ്യും എന്നുള്ളതായ ഒരു പ്രവചനം അമേരിക്കൻ പൊളിറ്റീഷ്യനുകളുണ്ട്. അത് പ്യൂർലി ശുദ്ധമായ ശാസ്ത്രീയമായ സമീപനമാണ്. കാരണം അമേരിക്കയിൽ 2010-2015 ആകുമ്പോഴത്തേക്ക് കറുത്ത വർഗ്ഗക്കാർ അവർ വെളുത്ത വർഗ്ഗക്കാരെക്കൊണ്ട് കൂടുതലായിട്ടുള്ള പോപ്പുലേഷൻ ഉണ്ടായി. ബ്ലാക്ക് അമേരിക്കൻസ്. So I just need you to take it. Anywho, I have an appointment with Mercedes today. It's sinister on a Negro. Basically, I ain't lying, lady. I've been doing around here with the beauty shop and അതിലൊരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടല്ലോ, ഒരു ശാസ്ത്രീയമായ രീതിയാണ്. അതുപോലുള്ള ശാസ്ത്രീയമായ സമീപനങ്ങൾ പലയിടത്തും കാണുവാനായിട്ട് സാധിക്കും. സൈക്കോ മെന്റാലിസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ വലിയ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും പ്രത്യേകിച്ച് മിസ്റ്റർ മുതുകാട് മജീഷ്യൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഒക്കെ അടുത്ത സമയത്താണെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രാം തന്നെ കാണുവാനായിട്ട് ഇടയായി. അത് പ്യൂർലി ഒരു അസസ്മെന്റ് ആണ്. അതൊരു ശാസ്ത്രീയമായ സയന്റിഫിക് അനാലിസിസ് ആണ്. ബേസ്ഡ് ഓൺ എ സയന്റിഫിക് അനാലിസിസ് ദേ ആർ കമ്മിങ് ടു എ കൺക്ലൂഷൻ. അതൊരു ശാസ്ത്രീയമായ രീതിയാണ്. അപ്പൊ ഈ സയന്റിഫിക് അപ്രോച്ച് കൂടാതെ, ഭാവി അറിയാൻ വേണ്ടിയുള്ള ശാസ്ത്രീയ സമീപനം കൂടാതെ മറ്റെന്തൊക്കെയുള്ളത്? അതെ, വേറെ പല മാർഗങ്ങളും മനുഷ്യനെ അവലംബിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു വിധത്തിൽ സാധാന്യം ആണെന്ന് പറയാം. അപ്പൊ സാധാൻ അല്ലെങ്കിൽ പിശാച് എന്നുള്ള പ്രതിഭാസം അതൊരു വാസ്തവമായ സംഗതിയാണ്, അതൊരു റിയാലിറ്റിയാണ്. ദൈവം യാഥാർത്ഥ്യമാണെന്ന് പറയുന്ന പോലെ തന്നെ സാത്താനും അല്ലെങ്കിൽ പൈശാനും യാഥാർത്ഥ്യമാണ്. കാരണം സത്യമുള്ളിടത്ത് മാത്രമല്ല അസത്യമുണ്ട്. ഈവിൾ അല്ലെങ്കിൽ ദുഷ്ടത. അപ്പോൾ നല്ല കാര്യങ്ങളുമുണ്ട്, ദുഷ്ടതയുണ്ട്. അപ്പോൾ ആ ദുഷ്ടതയെല്ലാം അമൂർത്തിഭാവമായിരിക്കുന്നതായ സാത്താൻ അത് ഇമാജിനേഷൻ അല്ല, അത് റിയാലിറ്റിയാണ്. പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്നതായ
ബൈബിൾ അതിനെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് ആ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്, വിശദീകരിച്ചിട്ടുമുണ്ട്. സാത്താൻ ആരായിരുന്നുള്ളതും സാത്താൻ എങ്ങനെയാണ് മനുഷ്യരെ തെറ്റിച്ചു കളഞ്ഞുള്ളതും എന്നുള്ള ഇത്യാദി കാര്യങ്ങളൊക്കെയാണെങ്കിൽ ധാരാളം ബൈബിളിൽ ആ കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു ദൈവീയ തലമുണ്ട്, ഇല്ലേ? ദൈവം, സ്വർഗസ്ഥനായ ദൈവം, അവൻ സ്വർഗത്തിൽ സകലത്തെയും ഉണ്ടാക്കിയവനും സകലത്തെയും നിർമ്മിച്ചവനും സകലത്തെയും സൃഷ്ടിച്ചവനുമായ ദൈവം. എന്നാൽ ദൈവം ആരാലും സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവൻ സ്വയംഭൂവാണ്. എന്നാൽ താഴോട്ടുള്ള തലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ദൈവം സൃഷ്ടിച്ചതായ ജീവികളും വസ്തുക്കളുമാണ്. ഇപ്പൊ രണ്ടാമത്തെ ദൈവം കഴിഞ്ഞാലുള്ള അടുത്ത തലം എന്ന് പറയുന്നത് അത് ഏഞ്ചലിക് റെലംസ് എന്ന് പറയും, ദൂതന്മാരുടെ തലം. അതില് ആ ദൂതന്മാരില് ദൈവത്തോട് മറുതലിച്ച് ദൈവത്തോട് എതിർത്തായ ഒരു പ്രധാന ദൂതനായിരുന്നു നമ്മൾ സാത്താൻ എന്നും അല്ലെങ്കിൽ പിശാച് എന്നൊക്കെ ലൂസിഫർ എന്നൊക്കെ അറിയുന്ന വ്യക്തി. ലൂസിഫറിന് തന്നെ അനുയായികളുമാണ്. അത് പുസ്തകം വായിക്കുമ്പോൾ റിയാലിറ്റി ആയിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനേക അനുഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ സാത്താനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അവനൊരു ഏഞ്ചലായിരുന്നു, അവനൊരു ദൂതനായിരുന്നു. പക്ഷേ മനുഷ്യരെക്കാട്ടില് നമ്മളെക്കാട്ടിലെല്ലാം സ്വല്പം കൂടെ ഉന്നതി പ്രാപിച്ചവരാണ്. അപ്പൊ മനുഷ്യന്റെ ഒരു മൂന്നാം തലത്തിലുള്ള ക്രിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? ദൈവത്തിന്റെ ആ തലം, ഏഞ്ചലിക് ആ തലം, അത് കഴിഞ്ഞാലുള്ള ഒരു തലമാണ് മനുഷ്യന്റെ മാനുഷിക തലം എന്ന് പറയുന്നത്. പക്ഷെ ഈ സാത്താനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവൻ ദൈവമല്ല, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിച്ച ആണ് ദൈവത്തോട് മറുപടി. ദൈവത്തെ പോലെ ഒരു സർവജ്ഞാനിയല്ല, ദൈവത്തെ പോലെ സർവജ്ഞാനിയല്ല. ദൈവം എന്ന് പറയുന്നതായ സമയത്ത് ദൈവം എല്ലാം അറിയുന്നവനാണ്, എല്ലായിടത്തുമുണ്ട്, എല്ലാം അറിയുന്നവൻ, സർവശക്തൻ. എന്നാൽ സാത്താനെ കുറിച്ച് നമ്മൾ ആദ്യം പറയാനായിട്ട് സാധ്യമല്ല. സാത്താന് എല്ലാ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. സാത്താൻ നമ്മളെ പോലെ തന്നെ പല കാര്യങ്ങളാണെങ്കിൽ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ, എന്നാൽ മനുഷ്യനേക്കാൾ കൂടുതൽ അറിവ്, മനുഷ്യനെക്കാട്ടി കൂടുതൽ അറിവുണ്ട്. കാരണം അതൊരു ഒരു മനുഷ്യനെക്കാട്ടി ഉയർന്ന ഒരു ഏഞ്ചലിക് തരത്തിലുള്ള ആളായതുകൊണ്ട് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ സാത്താൻ ചില ഇൻഫർമേഷൻ ആണെങ്കിൽ അവന്റെ അനുയായികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു നിലയിൽ ഭാവി അറിയാൻ, ആ നിലയിലാണെങ്കിൽ നമ്മളെക്കാട്ടിലാണെങ്കിൽ കൂടുതൽ ഭാവിയെ കുറിച്ച് അറിയാനായിട്ടും, മാത്രമല്ല ഈ ബൈബിളിലെ കാര്യങ്ങൾ, ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതായ ബൈബിളിലെ കാര്യം തന്നെ സാത്താൻ അറിയാം. നമ്മൾ ബൈബിൾ പഠിക്കുന്ന പോലെ നമ്മളെക്കാട്ട് നല്ലവണ്ണം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടെ മിക്സപ്പ് ചെയ്യുകയും ചെയ്ത്, മാത്രമല്ല ചില കാര്യങ്ങൾ ആ നിലയിൽ വെളിപ്പെടുത്തി കിടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മള് ചിലരൊക്കെ ആണെങ്കിൽ വന്നിട്ടാണെങ്കിൽ ഒരുപക്ഷെ മുഖലക്ഷണം പറയുകയും അല്ലെങ്കിൽ പ്രവചനം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവര്, ഇപ്പൊ ഈവൻ ബൈബിൾ വിശ്വസിക്കുന്ന പോലും അങ്ങനെ പറയാറുണ്ട്. നാളെ നിന്റെ വീട്ടിൽ അത് സംഭവിക്കും, നിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു, നിനക്ക് വലിയൊരു ആപത്ത് വരാൻ പോകുന്നു, ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ ബൈബിൾ വിശ്വസിക്കുന്നവർ പോലുമാണ് ആ കാര്യം, അല്ലെങ്കിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തന്നെ മറ്റൊരു രംഗത്താണെങ്കിൽ ബൈബിളിനെയൊക്കെ പ്രസ്താവിക്കുകയും പറയുകയും ചെയ്യുന്നവര് അവരാണെങ്കിൽ ഇതിൽ പോലും വന്നിട്ട് പിന്നെ പറയാറുണ്ട്. ബൈബിൾ പ്രവചനം എന്നുള്ള വ്യാജേന ഈ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഇന്നും നാളെ നടക്കുന്ന സംഗതിയെ കുറിച്ചൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സംഗതികള്, നാളെ നടക്കുന്ന സംഗതികൾ, നമുക്കൊരു ആപത്ത് വരാൻ പോകുന്നു, നമ്മൾ ഇന്നത് ചെയ്യണം, ഇന്ന പരിഹാരം ചെയ്യുന്ന രീതിയൊന്നും ആ നിലയിൽ ബൈബിളില് ഉള്ളതായ പ്രവചനങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനമല്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ രണ്ടു തരം പ്രവചനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, ഒന്ന് സയന്റിഫിക് ആയിട്ടുള്ളതും മറ്റൊരു സാധാന്യമായിട്ടുള്ളതും. അപ്പൊ ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ബൈബിൾ പ്രവചനങ്ങൾ, അപ്പൊ അതൊരു മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമോ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള പ്രവചനങ്ങൾ? ഇപ്പൊ സാത്താൻ മനുഷ്യന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ സാത്താൻ മനുഷ്യനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? മനുഷ്യരെ ആശയക്കുഴപ്പത്തിലെത്തിക്കുവാനായിട്ടും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മേഖലയിൽ തന്നെ താൻ ചില കാര്യങ്ങളാണെങ്കിൽ മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് മനുഷ്യനെ ആശയക്കുഴപ്പത്തിലെത്തിക്കുവാനായിട്ടും ദൈവത്തിൽ നിന്ന് അകറ്റി അവസാനം നരകത്തിൽ എത്തിച്ചേർക്കാൻ വേണ്ടിയാണ്. ഇടയ്ക്കും ചോദിച്ചോട്ടെ, ഇപ്പോ ഈ നോസ്ട്രഡാമസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ധാരാളം ലോക കാര്യങ്ങള്, ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം, നരസിംഹറാവുവിന്റെ വീണ്ടും ഭരണത്തിലേക്ക് വരുന്ന ആ ചരിത്രം, അങ്ങനെ ആഗോളതലത്തിൽ ധാരാളം ലോക മഹായുദ്ധങ്ങൾ. അപ്പൊ അതിനെ ഏത് ഗണത്തിൽ താങ്കൾക്ക് പെടുത്താൻ സാധിക്കും?
നല്ല ചോദ്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ബുക്ക് റൂമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ബോംബെയിലും പല സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ബുക്ക് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ നോസ്ട്രാമിന്റെ പ്രവചനങ്ങളെ കുറിച്ചുള്ള പല പുസ്തകങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഞാനത് വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയെങ്കിലും ഒരു ബൈബിളോ അല്ലെങ്കിൽ അതുപോലുള്ള പുസ്തകങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ധാരാളം, പ്രത്യേകിച്ച് നോസ്ട്രാമസിന്റെ പുസ്തകങ്ങൾ. അപ്പോൾ ഈ നോസ്ട്രാമസിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം, ഞാനത് പഠിച്ചതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും, അദ്ദേഹത്തിന്റെ ജീവിതം, നോസ്ട്രാമസ് ഒരു വൈദികനായിരുന്നു, ഒരു ക്രിസ്തീയ വൈദികനായിരുന്നു. അപ്പോൾ ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിലായിരുന്നു താൻ ജീവിച്ചിരുന്നത്. 14-ാം നൂറ്റാണ്ടില് സഭയുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സമയമൊക്കെ ആകുമ്പോഴത്തേണ്ട 15-ാം നൂറ്റാണ്ട് വരെ സഭ ഒരു ഇരുണ്ട കാലങ്ങളിൽ കൂടെ കഴിഞ്ഞു പോകുന്നതായ സമയമാണ്. ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് തൊട്ട്, 3-ന്റെ അവസാനം 4-ാം നൂറ്റാണ്ട് തൊട്ട് ഒരു അന്ധകാര യുഗമായിരുന്നു. ഈ അന്ധകാര യുഗത്തിൽ പറ്റിയതായ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ബൈബിളിന് അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തി കിട്ടി അത് കാനോനിക്കലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായ വേദപുസ്തകത്തിന് കാര്യമായ പ്രസക്തിയോ സ്ഥാനമോ സഭ കൊടുത്തിരുന്നില്ല. പാരമ്പര്യങ്ങൾക്കും മാത്രമല്ല മറ്റുള്ളതായ ചില പ്രത്യേക ക്രീഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്ത്, പ്രാധാന്യം കൊടുത്ത് വേദപുസ്തകത്തിന് ഈ ബൈബിളിലെ സംഗതികൾക്കുള്ളതായ ആ പ്രസക്തി മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന സംഗതികളെ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സഭ ഫെയിലറായിപ്പോയി. ഒരു തിരസ്കരിച്ച അനുഭവമായിരുന്നു. ഈ നോസ്ട്രാമസ് എന്ന് പറഞ്ഞതായ ഈ വൈദികൻ കുറച്ചൊക്കെ ബൈബിൾ അറിയാമായിരുന്നു. കുറച്ചൊക്കെയാണ് ഈ ബൈബിൾ ഭാവിയെക്കുറിച്ചും താനാണെങ്കിൽ ബൈബിളിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭാവി ശാസ്ത്രത്തെക്കുറിച്ച്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ തനിക്ക് ഈ പ്രപഞ്ചത്തിന്റെ ഭാവിയെക്കുറിച്ചും ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചും ഒക്കെ ബൈബിളിൽ നിന്ന് കിട്ടിയതായ ചെറിയ ചെറിയ ഇൻഫർമേഷൻ ഇന്ന് കിട്ടിയിരിക്കുന്നതല്ല, അതും എന്നാൽ തന്നെ തന്റേതായ ആ നോളജിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് സാത്താന്യ പ്രവചനങ്ങളുമായിട്ട് മിക്സപ്പ് ചെയ്ത് ഒരു വിധത്തിൽ പറഞ്ഞാൽ സാത്താൻ തന്നെ എടുത്ത് ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. ഉപയോഗിച്ച് ചില കാര്യങ്ങൾ, പിന്നെ 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ വധം, രാജീവ് ഗാന്ധിയുടെ വധം, മാത്രമല്ല നരസിംഹറാവുവിന്റെ തിരിച്ചുവരവ്, ഗൾഫ് യുദ്ധം ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രവചിച്ചിട്ടുള്ള വളരെ വേഗമായിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല വേറൊരു സംഭവം പറ്റിയിട്ടുണ്ട്. ഈ ആൾക്കാർക്ക് ബൈബിൾ വായിക്കുകയോ ഇങ്ങനെയുള്ള കാര്യമൊന്നും, അല്ലെങ്കിൽ ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ടും പ്രസൈസായിട്ടും എന്ത് പറഞ്ഞിരിക്കുന്നു ആർക്കും അറിയണ്ട. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വായിച്ചിരിക്കുന്നവർക്ക് അതിനകത്തെ ചില വേഗ് സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത ശേഷം ഒരു സംഭവം വരുമ്പോ, 9/11 വന്നപ്പോഴും ഈ വാക്യം പറഞ്ഞിരിക്കുന്ന 9/11 കുറിച്ചായിരുന്നു നോസ്ട്രാമസ് പറഞ്ഞിരിക്കുന്ന സംഗതി. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ അസാസിനേറ്റ് ചെയ്ത സമയത്താണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് നോസ്ട്രാമസ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അതായത് മിക്കവാറും ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം അതിനോട് ചേരുന്ന ബന്ധപ്പെടുത്തി ആൾക്കാർ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് ഈ ബൈബിൾ പ്രവചനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോ ബൈബിൾ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 2 തരം പ്രവചനങ്ങളായിരുന്നു. ഒന്ന് ശാസ്ത്രീയമായിട്ടുള്ള പ്രവചനം, മറ്റൊന്നൊരു സാത്താന്യം എന്ന് താങ്കൾ വിശേഷിപ്പിച്ച തരം. മൂന്നാമത്തെ ഒരു ഗണമായിട്ട് ഈ ബൈബിൾ പ്രവചനത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുമോ? ഒരു കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് പ്രവചനം എന്ന് പറയുന്ന സമയത്ത് അത് ആ വാക്ക് തന്നെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാവിയെക്കുറിച്ച് ബൈബിൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതിപ്പം എന്റെ ഭാവി സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ നാളെ എന്തായിത്തീരും, ഞാൻ എന്തായിത്തീരും, ഞാൻ ആരായിത്തീരും, ഞാനൊരു വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങളല്ല. ഈ പ്രപഞ്ചത്തിന്റെ ഭാവിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. മനുഷ്യവംശത്തിന്റെ ഭാവിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. പൊതുവെ എന്തായിത്തീരും എന്നുള്ളത്. യഹൂദൻ എന്നുവെച്ചാൽ ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെതായ ആ വചനം ലോകജാതികൾക്ക് കൊടുക്കുവാനായിട്ട്, പ്രകാശിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ജനമാണല്ലോ യഹൂദജാതി എന്നുള്ളത്. അതിലേക്ക് നമ്മൾ പിന്നീട് തിരിച്ചു വരാം. അപ്പോൾ ആ യഹൂദജാതിയുടെ ഭാവി എന്തായിത്തീരും എന്നുള്ള കാര്യം, ആ ജാതിയെ പൊതുവായിട്ട് അവരെന്തായിത്തീരും എന്നുള്ള കാര്യം വേദപുസ്തകത്തിലെ പ്രവചന വിഷയങ്ങളിൽ, ഭാവിശാസ്ത്ര വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഒന്നാമതായിട്ട് വന്നു. അവൻ വീണ്ടും രണ്ടാമത് വരും. എന്തിനു വരും? അപ്പോൾ നമുക്കെന്ത് സംഭവിക്കും? മനുഷ്യനെന്ത് സംഭവിക്കും? മനുഷ്യന്റെ ശരീരത്തിന് സംഭവിക്കും? ഇത്യാദി കാര്യങ്ങളെല്ലാം ചേർത്ത് ഏതാണ്ട് വേദപുസ്തകത്തിലെ 1/3 ഭാഗം ഭാവി പരമായ കാര്യങ്ങളെ കുറിച്ച് പ്രവചിക്കുന്ന സംഗതി. വേദപുസ്തകത്തിന്റെ 1/3 ഭാവി പ്രവചനങ്ങളാണ്. അതെ, അത് സത്യവേദ പുസ്തകം
അത് ദൈവത്തിന്റെ ജീവനുള്ള ദൈവം തന്റെ പ്രവാചകന്മാരിൽ കൂടെയും തന്റെ ദാസന്മാരിൽ കൂടെയും വെളിപ്പെടുത്തിക്കിട്ടിരിക്കുന്നതായ സംഗതി ആയതുകൊണ്ട് the word of God is perfect. ഇടയ്ക്ക് എനിക്കൊരു ചോദ്യമുണ്ട്. അപ്പോൾ താങ്കളിപ്പോൾ 3 തരം പ്രവചനങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ശാസ്ത്രീയം, സാധാന്യം, വേദപുസ്തകപരം, ബൈബിൾ പ്രവചനങ്ങൾ. അതുതന്നെ. ഈ മറ്റ് തരം പ്രവചനങ്ങളിൽ നിന്നും വേദപുസ്തക പ്രവചനങ്ങൾ എങ്ങനെയാണ് യുണീക്ക് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുന്നത്? അതെ, ഞാനൊരു വാക്യം ബൈബിളിൽ തന്നെ വായിച്ചു. പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നതായ വാക്യമാണ്. അപ്പോൾ പത്രോസ്ലീഹ തന്നെയാണെങ്കിൽ താനൊരു മുക്കുവനായിരുന്നു. തനിക്ക് വലിയ വിദ്യാഭ്യാസമോ അക്ഷരാഭ്യാസമോ ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. എന്തെങ്കിലും താൻ എഴുതിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഇൻസ്പിറേഷനോടുകൂടി പ്രചോദനത്തോടുകൂടി എഴുതിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിനെല്ലാം പൊതുവെ ടച്ച് ചെയ്യുന്നൊരു വാക്യമാണ് താൻ തന്റെ 2ാമത്തെ ലേഖനത്തില് 2 പത്രോസ് അതിന്റെ 1-19 വരെയുള്ള വാക്യങ്ങളിൽ ഏതാണ്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനതൊന്ന് ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതായ ദൈവമക്കൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ സത്യസഭയുടെ അംഗങ്ങളായിരിക്കുന്നവർക്കുണ്ട്. ആ കോണ്ടക്സ്റ്റിലാണ് അത് എഴുതിയിരിക്കുന്നത്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്നവർ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കൾ എന്നുള്ളതായി നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. മറ്റൊരു ഭാഷ പറഞ്ഞാല് സത്യസഭയുടെ, യേശുക്രിസ്തു സ്ഥാപിച്ചതായ സത്യസഭയുടെ അംഗങ്ങളായിരിക്കുന്നതായ ദൈവമക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്നതിന് വരെ, ഉദയനക്ഷത്രം ഉദിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 1900 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവമായിരുന്നവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു ജഡശരീരം എടുത്ത് പാപം ഒഴിയെ സർവത്തിനും മനുഷ്യന് തുല്യനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച്, എക്സെപ്റ്റ് ഇൻ സിൻ, ജീവിച്ച് മനുഷ്യൻ നമ്മളോട് തന്നെ തുല്യമായിട്ട്, നമ്മുടെ കൂട്ട് തന്നെയാണ് ഈ ശരീരവും സംസാരവും എല്ലാ കാര്യങ്ങളിലും വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു. ഈ ലോകത്തിൽ 33 വർഷക്കാലം ജഡശരീരം എടുത്ത് ജീവിച്ചതായ കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണല്ലോ. ഞാൻ അടുത്ത സമയത്താണെങ്കിൽ അദ്ദേഹം സ്നാനപ്പെട്ട സ്ഥലമൊക്കെ ഞാൻ പോയി കണ്ടിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ വീണ്ടും വരും, അവൻ സഭയ്ക്ക് വേണ്ടി വീണ്ടും വരും എന്നുള്ളതായ കാര്യം വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഒരു പ്രവചന, ഒരു ഭാവിശാസ്ത്ര വിഷയമാണ്. അപ്പോൾ ആ വീണ്ടും വരുന്നത് വരെ അത് സഭയുടെ ഹോപ്പാണ്, അല്ലെങ്കിൽ സഭയുടെ പ്രത്യാശയാണ്. അത് ലിവിംഗ് ഹോപ്പ് എന്നൊക്കെയാണ് പറയുന്നത്, ജീവനുള്ള പ്രത്യാശ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സഭയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു വരുന്നത് വരെ ഈ കാര്യങ്ങൾ, ആ പ്രത്യാശ വിളക്ക് പോലെ അതിനാൽ കരുതിക്കൊണ്ടാൽ നന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, തിരുവഴുത്തിലെ പ്രവചനം ഒന്നും എന്നുവെച്ചാൽ വേദപുസ്തകത്തിലെ, അത് ഭാവിശാസ്ത്രം മാത്രമല്ല, എന്താണെങ്കിലും ഈ 66 പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്നതായ എല്ലാ വെളിപ്പാടുകളും അത് പല രീതിയിൽ അത് ഈ 66 പുസ്തകങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതായ സംഗതിയാണ്, ദൈവത്തിന്റെ പ്രചോദനത്താൽ എഴുതിയിരിക്കുന്നതാണ്. കാരണം എല്ലാം ഒന്നും എഴുതിയിട്ടില്ല, വേണ്ടത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ദൈവനിശ്വസനീയമായ സംഗതി, ഇൻസ്പിറേഷൻ ആൻഡ് റെവലേഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ തിയോളജി പറയും. അപ്പോൾ തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അവരുടെ ആ വ്യക്തിത്വവും അവരുടെ വ്യാഖ്യാനവും അവരുടേതായ ചിന്താഗതിയും അവരുടേതായ വീക്ഷണവും അത് പ്രതിഫലിക്കുമല്ലേ? തീർച്ചയായിട്ടും. ഏതെങ്കിലും പുസ്തകം എഴുതുകയാണെങ്കിൽ ശൈലിയെല്ലാം ഇപ്പൊ തന്നെ നമ്മള് വാർ ആൻഡ് പീസ് ടോൾസ്റ്റോയ് എഴുതിയ സമയത്ത് അദ്ദേഹത്തിന്റെ വീക്ഷണവും അദ്ദേഹത്തിന്റെ ശൈലിയും, പ്രത്യേകിച്ച് അന്നത്തെയാണെങ്കിൽ നെപ്പോളിയൻ ബോണാപ്പാർട്ട് റഷ്യയെ ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലുള്ളതായ ഫീലിംഗ്സും എല്ലാം അതിനകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ചരിത്ര സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളതായ കാര്യങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും സ്വയമായ മനുഷ്യന്റെ വ്യാഖ്യാനത്താലോ ചിന്താഗതിയിലോ ഉണ്ടായതല്ല, ഇത് എഴുതിയവരുടെ, അതായത് വേദപുസ്തകത്തിന്റെ കാര്യം എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. എന്നിട്ട് പറയുകയാണ്, പ്രവചനം വളരെ സ്പെസിഫിക് ആയിട്ട് ഭാവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ സംഗതികൾ ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഇനി കേട്ടോണം,
ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. ദൈവത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം ആ ദൈവത്തിന്റെ കൽപ്പനയാൽ ആണ് ഈ വേദപുസ്തകം പൊതുവായിട്ടും പ്രത്യേകിച്ച് ഭാവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ സംഗതിയും വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതായ ദൈവവചനം. അതിന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ബൈബിളിൽ, അത് പെർഫെക്റ്റ് ആണ്, സമ്പൂർണമാണ്, അത് തികവുള്ളതാണ്. അപ്പോൾ അതിനകത്ത് യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞു, ഇപ്പൊ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ ഇത് സത്യമാണെന്ന് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ ഉത്തരം, ഈ ചോദ്യത്തിന്റെ ഉത്തരം ലോക ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തക പ്രവചനങ്ങളെ നമുക്ക് ഒരു വിധത്തിൽ പറഞ്ഞ് രണ്ടായിട്ടിരിക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും മറ്റും പ്രവാചകന്മാർ പല കാര്യങ്ങൾ പ്രവചിച്ചു, അത് ആശ്ചര്യമായിട്ട് തന്നെ നിറവേറിയതായിട്ട് പുതിയ നിയമത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എവിടെ ജനിക്കൂ എന്നുള്ളത് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വിധം ജനിക്കും എന്നുള്ള കാര്യം, കന്യയിൽ കൂടെ ജനിക്കും എന്നുള്ള കാര്യം 750 വർഷക്കാലം മുമ്പ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു കന്യകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. യേശുക്രിസ്തു താനൊരു 1-2 വയസ്സാകുന്നത് വരെ താൻ 2 രാജ്യങ്ങളെ താനാണ് വിട്ടുപോകും എന്നുള്ള കാര്യം പ്രവാചകന്മാരെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു, യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെ ആശ്ചര്യമായിട്ട് നിറവേറി. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പം കൂടെ വ്യത്യസ്തമായ ഒരു സെക്കുലർ ഹിസ്റ്ററി എന്തെങ്കിലും? അതെ, അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ പ്രവചിച്ചിട്ടുള്ളതായ പല സംഗതികള് വേദപുസ്തകത്തില് അതിന്റെ നിറവേറിയതായ സംഗതി നിറവേറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും, കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ രേഖപ്പെടുത്തേണ്ടതായ ആവശ്യമില്ലായിരുന്നു മനുഷ്യർ, അതുകൊണ്ട് ദൈവം അത് അനുവദിച്ചില്ല. പക്ഷേ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ദാനിയേൽ എന്ന് പറഞ്ഞൊരു പ്രവാചകൻ പഴയ നിയമത്തിലുണ്ട്. ദാനിയേൽ പ്രവചനം എന്നൊക്കെ നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്. ഈ ദാനിയേൽ പ്രവചനം ലോകരാഷ്ട്രങ്ങളുടെ ഗതികളെക്കുറിച്ചും ഗതികളെക്കുറിച്ചും തന്നെ ഏതാണ്ട് BC 570 തൊട്ട് ഇനിയും വരുംകാലങ്ങൾ വരുവാനുള്ളതായ സകല ലോക രാഷ്ട്രങ്ങളുടെയും സാർവലോക രാഷ്ട്രങ്ങളുടെയും ചരിത്രത്തിൻ്റെതായ ആ ബ്ലൂ പ്രിന്റ് നമുക്ക് ഡാനിയേൽ പ്രവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇതിലുള്ള എല്ലാ സാമ്രാജ്യങ്ങളും, ഈവൻ ഇന്ന് ഉള്ളതായ ഡെമോക്രാറ്റിക് കിങ്ഡംസ് ഇങ്ങനെയുള്ള കാരണങ്ങൾ എല്ലാം ബ്ലൂ പ്രിന്റ് നമുക്ക് ഡാനിയേൽ പ്രവചനം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഹെറോഡോട്ടസിന്റെ ചരിത്രവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാനത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 11-ാം അധ്യായത്തിന്റെ ഏതാണ്ട് 1 മുതൽ 39 വരെയുള്ളതായ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് BC ക്രിസ്തുവിന് മുമ്പ് 539 തൊട്ട് ഏതാണ്ട് BC ക്രിസ്തുവിന് മുമ്പ് 166 വരെയുള്ളതായ വർഷങ്ങളുടെ ചരിത്രം പ്രവചനമായിട്ട് ഡാനിയേൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ പ്രസൈസാണ് പ്രവചനങ്ങൾ. അപ്പൊ ഈ സംഭവിക്കുന്നതിന് എത്ര വർഷം മുമ്പാണ് പ്രവചനം ഉണ്ടായത്? ഏതാണ്ട് BC 539 തൊട്ട് ഏതാണ്ട് BC 166 വരെ ഏതാണ്ട്